ജസ്ന സലീം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മുസ്ലിം സഹോദരിയാണ്. 500-ൽ പരം കൃഷ്ണന്റെ ഫോട്ടോകൾ വരച്ചുകൊണ്ട് അത് തന്റെ ജീവിതോപാധിയാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്റെ കുടുംബത്തെ, മക്കളെ പോറ്റുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരി MLA-ക്കെതിരെ, പോലീസുകാർക്കെതിരെ, ചില വ്യക്തികൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ നാട്ടിലെ പാവപ്പെട്ട ഒരു ഉസ്താദിനെതിരെ ഒരു കൊട്ടും കൊടുത്തുകൊണ്ടാണ് ഏറെ വിവാദത്തിലായിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി, മദ്രസയിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത് പഴയ കാലം പോലെയല്ല. മദ്രസ ഏറെ മാറിയിട്ടുണ്ട്. ഇക്കാലത്ത് മദ്രസ രംഗം ഒട്ടേറെ നൂതനവും ശാസ്ത്രീയവുമായ പരിഷ്കരണങ്ങൾക്ക് വിധേയമായി തീർന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ നടപ്പാക്കിയ തെദ്രീബ് എന്ന റേഞ്ച് ശാക്തീകരണ പദ്ധതിയിലൂടെ പാഠശാലകൾ സജീവമാവുകയും മദ്രസ അധ്യാപകർക്കും അതിലൂടെ വിദ്യാർത്ഥികൾക്കും ഏറെ ഉപകാരപ്രദമാവുകയും നല്ല ഫലപ്രാപ്തി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. റേഞ്ച് യോഗത്തിൽ പ്രത്യേക പരിശീലനം കിട്ടിയ അതിവിദഗ്ധരായ മുഅല്ലിങ്ങൾ മോഡൽ ക്ലാസ് അവതരിപ്പിക്കുകയും മറ്റു അധ്യാപകർ ആ മോഡൽ ക്ലാസ് വീക്ഷിക്കുകയും പാഠക്കുറിപ്പിന്റെ രത്ന ചുരുക്കം വർക്ക് ബുക്കിൽ ഓരോ ഉസ്താദുമാരും കുറിച്ചിടുകയും ചെയ്യുന്നു. ശേഷം ആ ഒരു വിദഗ്ധനായ അധ്യാപകൻ എടുത്ത ആ ക്ലാസ്സിനെ എല്ലാവരും കൂടി വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ റേഞ്ച് യോഗം എന്ന് പറയുന്നത്. ഈ വർഷം മുനാഖഷ എന്ന മറ്റൊരു പദ്ധതി കൂടി റേഞ്ച് പാഠശാലയിൽ നടപ്പാക്കിയിട്ടുണ്ട്. മുൻ റേഞ്ച് യോഗത്തിൽ നിശ്ചയിക്കപ്പെടുന്ന 5 പേര് നിർണയിച്ച വിഷയം ശരിക്ക് പഠിച്ചു വരികയും അടുത്ത പാഠശാലയിൽ ടേബിൾ ടോക്ക് രീതിയിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ 5-ൽ ഒരാൾ മാനേജ്മെന്റ് പ്രതിനിധിയായിരിക്കും. ശേഷം സദസ്സിൽ നിന്ന് 3-4 പേര് ചർച്ചയിൽ ഇടപെടും. അവര് അവസാനം ആ ചർച്ചയെ മുദരിബ് ക്രോഡീകരിച്ച് അതിൽ ലഭിച്ച ചർച്ചാ സംഗ്രഹം ഓരോ ഉസ്താദുമാരും വർക്ക് ബുക്കിൽ എഴുതി വെക്കും. പിന്നീട് ജനറൽ ടോക്കും അവതരിപ്പിച്ച് അതിലൂടെ ലഭിക്കുന്ന പ്രധാന പോയിന്റുകൾ വർക്ക് ബുക്കിലേക്ക് പകർത്തി ഉസ്താദുമാര് അവരുടെ മദ്രസയിലെ കുട്ടികളിലൂടെ ക്ലാസ് റൂമിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്രയും കൃത്യമായി ഉസ്താദുമാർക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉസ്താദുമാരെ അടിക്കുക പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ ഈ കാലത്ത് വളരെ ഇല്ലാത്തൊരു സംഭവമാണ്. അല്ലാതെ തോന്നിയ പോലെയല്ല മദ്രസ. അതിന്റെ പവറാണ് മദ്രസയിൽ നിന്ന് കാണുന്ന കുട്ടികളുടെ ധാർമ്മികത. സ്കൂളുകളിൽ +1-ഉം +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികളും മദ്രസയിൽ +2-ലും പഠിക്കുന്ന കുട്ടികളൊക്കെ അടിപിടിയുടെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ. മദ്രസയിൽ അടിപിടിയോ കച്ചറയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോലാഹലങ്ങളൊന്നും നമ്മൾ കാണാറില്ല. തീരെ കാണാറില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ അപൂർവമായി കണ്ടേക്കാം. എന്നാൽ നമുക്കറിയാം ഇവിടെ അടുത്ത് +1-ഉം +2-ലെയും കുട്ടികൾ ഏറ്റുമുട്ടുന്ന അനവധി സ്കൂളുകൾ ഈ വിനീതന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഒരു മാസത്തിന്റെ ഇടയിൽ തിരൂരങ്ങാടി തന്നെ നമുക്കറിയാലോ, നാട്ടുകാർ ബുദ്ധിമുട്ടി മക്കളെ കൊണ്ട് അങ്ങാടിയിൽ എന്നും അടിപിടി. അപ്പൊ ഇതൊക്കെ മദ്രസയിലെ ഉസ്താദുമാര് കുട്ടികളെ അടിക്കുക, വടി ഉപയോഗിക്കുക, വടിപ്രയോഗം നടത്തുക എന്നുള്ളതൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ മദ്രസയിലില്ല. ഉസ്താദുമാരും കുട്ടികളും തമ്മിൽ നല്ല ഒരു ബന്ധങ്ങളാണ് ഇന്ന് മദ്രസയിലുള്ളത്. മദ്രസയിൽ കേവലം പാഠഭാഗങ്ങളുടെ പഠനവും പരിശീലനവുമാണ് നടക്കുന്നത്. പൊതുവെ കൗമാരക്കാരുടെ മനസ്സിന് ആനന്ദം നൽകുന്ന പ്രണയവും സ്ത്രീ പുരുഷ സങ്കലനമൊന്നും അവിടെ നടക്കില്ല എന്നല്ല, അതിനെ ശക്തമായി എതിർക്കുകയും അവയുടെ മതവിരുദ്ധതയും അനൗചിത്യവും പഠിപ്പിക്കുകയും ചെയ്യും ഉസ്താദുമാർ. പഠന യാത്രകളുടെ കൂത്താട്ടങ്ങൾക്ക് ഉസ്താദുമാരിൽ നിന്ന് തീരെ പിന്തുണ കിട്ടൂല. അങ്ങനെ വിചാരിച്ച ആരും മദ്രസക്ക് വരും വേണ്ട. തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മതവിദ്യാഭ്യാസം നേടൽ ഓരോ മുസ്ലിം പുരുഷനും സ്ത്രീക്കും അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു വിഷയമാണ്. മനുഷ്യന്റെ ശാശ്വത ജീവിതം, പരലോക വിജയത്തിന് മതവിജ്ഞാനം അനിവാര്യമാണ്. ആത്മാവിന്റെ അന്നവും അത് പ്രകാശമാണത്. അത് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നത് മദ്രസയിലൂടെ തന്നെയാണ്.
രണ്ട് ലോകത്തും അഭിമാനത്തോടെ നിലനിൽക്കാൻ മതപഠനം അത്യാവശ്യമാണ്. തന്റെ മക്കൾ മതബോധമുള്ളവരാവണം എന്ന ആവശ്യം രക്ഷിതാക്കൾക്ക് വേണം. ഉസ്താദുമാരുടെയും കമ്മിറ്റിക്കാരുടെയും ആവശ്യമായി അത് കാണരുത്. ബാല്യകാലത്ത് മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ അവർ ഒന്നും അറിയാത്തവരെ വളർന്നു വരും. നശിച്ചു മാറിയ പുതിയ ചുറ്റുപാടിൽ അവർ സാംസ്കാരികമായി വളരാതെ പതിക്കും. ഇത്തരക്കാരാണ് കൗമാരകാലത്തും ഈ കോളങ്ങളുടെയൊക്കെ തലക്കെട്ട് പിടിച്ചെടുക്കുന്ന ക്രിമിനലുകളായി മാറുന്നത്. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. തനിക്ക് മതബോധം നൽകുന്ന മാതാപിതാക്കളെ മക്കൾ തള്ളി പറയുന്ന ഒരു കാലം വരാനുണ്ട്. അത് നാളെ മഹ്ശറയിൽ വെച്ചാണ്. തന്റെ ജീവിത പരാജയത്തിന് കാരണക്കാരായ മാതാപിതാക്കളെ എന്റെ കാഴ്ചവട്ടിലാക്കി തരൂ എന്ന് അവർ നെഞ്ഞത്ത് ഞാൻ ചവിട്ടിക്കയറട്ടെ എന്ന് മക്കൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുന്ന മാതാപിതാക്കൾ എത്ര സ്വാധീനങ്ങളായിട്ടും കാര്യം ഉണ്ടാവില്ല. ഇത്തരം മക്കൾ കാരണമായി അവരും നരകത്തിൽ പതിക്കേണ്ട ദുരവസ്ഥയായിരിക്കും. അത്തരം അവസ്ഥകൾ അനുഭവിച്ച് വിരൽ കടിക്കും മുമ്പ് യഥാസമയത്ത് മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നുണ്ട് എന്ന് ഉറപ്പ് എല്ലാ രക്ഷിതാക്കളും വരുത്തണം. മദ്രസ പാഠങ്ങൾ പഠിപ്പിക്കേണ്ടത് പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമാവരുത്. ശാശ്വതമായ പരലോകത്തേക്കുള്ള പഠനം കൂടിയാണ് എന്നൊരു ബോധം എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാകും. ഭൗതിക പഠനത്തിന്റെ അധിക സാധ്യതകളും പ്രയോജനങ്ങളും മരണത്തോടെ അവസാനിക്കും. അങ്ങനെയാണ് ആ മരണവും അത് എപ്പോഴും സംഭവിക്കാൻ ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നുള്ളത്. പരലോകം എന്നേക്കുമുള്ള ജീവിതമാണ്. പഴയ കാലത്ത് വടിയും അടിയൊക്കെ എടുത്തിരുന്നു നമ്മുടെ ഉസ്താദുമാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പഴയ കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ. വടിയും അടിയുമായി മാത്രമേ ഈ കാലത്തും അധ്യാപകർക്ക് കുട്ടികളെ നന്നാക്കാനാകൂ എന്ന ഒരു അവസ്ഥ എങ്കിൽ എന്നാണ് ആ ഒരു ഉസ്താദിന്റെ ഒരു മനസ്സങ്ങനെയാണെങ്കിൽ ആ അധ്യാപകന്റെ കഴിവുകേടായിട്ട് മാത്രമേ അതിനെ വിലയിരുത്തൂ. ഇന്ന് കുട്ടികളുമായുള്ള ഫലപ്രദമായ ആശയവിനിമയ മാർഗങ്ങൾ സ്വയത്തമാക്കിയാണ് ഉസ്താദുമാര് മദ്രസയിൽ വടിയെ മറികടക്കുന്നത്. ഇന്ത്യയിലെ പ്രാചീന കാലഘട്ടത്തിലെ സമ്പ്രദായങ്ങൾ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ കഠിന ശിക്ഷകൾ നടപ്പാക്കിയിരുന്നു. കൂടുതൽ തല്ലുന്ന അധ്യാപകർ കൂടുതൽ മിടുക്കരാണ്. അവർക്ക് കുട്ടികളെ മിടുക്കരായ വിദ്യാർത്ഥികളെ പഠിച്ചെടുക്കാൻ സൃഷ്ടിക്കാൻ കഴിയൂ എന്നൊരു വിദ്യാധാരണ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. ഉസ്താദിൽ നിന്ന് അടി കിട്ടി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ വീട്ടിലെത്തിയാന്തേക്കാരം പഴയ കാലത്ത് എനിക്കൊന്ന് ഉസ്താദിൽ നിന്ന് അടിട്ടി വാപ്പാനോട് പോയി പറഞ്ഞ വാപ്പെന്ന് പറയും, എന്തിനാണ് എനിക്ക് അടിറ്റത്, എന്തിനാണ് എനിക്ക് അടി കിട്ടിയെന്ന് ചോദിക്കും. അപ്പൊ കാരണം പറയുമ്പോൾ ബാപ്പാന്റെ വകയിൽ കിട്ടും 4 പിന്നെ പോരാത്തേ. എന്നാൽ ഇപ്പൊ ഉസ്താദുമാരോ അടി ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നും മറിച്ച് കുഞ്ഞുങ്ങളുടെ സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും ജിജ്ഞാസകളെയും തല്ലിക്കെടുത്താൽ മാത്രമേ ഈ അടി ഉപകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ കാലത്ത് ഉസ്താദുമാർ. ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിലൊക്കെ കുറ്റക്കാരായ കുട്ടികളെ പരസ്യമായി അസംബ്ലിയിൽ വെച്ച് മാപ്പ് പറയിപ്പിക്കും. സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി പരസ്യ കുറ്റവിചാരണ നടത്തും. ഇപ്പൊ ഉസ്താദുമാർ ചെയ്യുന്നത് വിദ്യാർത്ഥിയുടെ ക്രിയാത്മകമായ കഴിവുകളെ പരസ്യമായി അഭിനന്ദിക്കുകയും തെറ്റുകളെ രഹസ്യമായി തിരുത്തുകയും ചെയ്യുന്നത് വഴി വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ദൃഢമായ സൗഹൃദം രൂപപ്പെടുകയാണ്. ശാരീരികമായ പീഡനങ്ങളെക്കാൾ ആപൽകരമാണ് മക്കളെ മാനസികമായി പീഡിപ്പിക്കൽ. പരസ്യമായ വഴക്ക് പറയല്, കളിയാക്കല്, കുറ്റപ്പെടുത്തല്, താത്തിക്കെട്ടല്, ഭീഷണിപ്പെടുത്തല്, ഭയപ്പെടുത്തല്, പരിഹസിക്കല്, പുച്ഛിക്കല്, അവഗണിക്കല്, ശപിക്കല്, അതേപ്രകാരം താരതമ്യപ്പെടുത്തല്, മുറിയിലെ കുട്ടികളെ അടച്ചിടല്, അവരെ വിദ്യാലയത്തിൽ നിന്ന് പുറത്താക്കല്, ഇവയെല്ലാം കുട്ടികളുടെ മനസ്സിൽ വലിയ മുറിപ്പാടുകൾ ഉണ്ടാക്കും. അത് വ്യക്തിത്വ വൈകല്യങ്ങൾക്ക് വരെ ഇടവരുത്തും. സ്വാഭാവികമായി പല കുട്ടികളും പല വിദ്യാലയത്തിലും ഉണ്ടാവാറുണ്ട് പല സ്വഭാവക്കാരായിരിക്കും. അന്നാസു അജനാസുൻ എന്നാണല്ലോ. പല സ്വഭാവക്കാർ. മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുണ്ടാവും, ആദിവാസികളുടെ മക്കളുണ്ടാവും, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ, പല ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഫാമിലിയിൽപ്പെട്ട കുട്ടികൾ. ഇവരിൽ പലരും നല്ല ശ്രദ്ധയും
പരിഗണനയും കരുതലും അർഹിക്കുന്നവരാണ്. ഈ കുട്ടികളെയൊക്കെ ചൂരൽവടി പ്രയോഗം മാനദണ്ഡമാക്കി ശരിയാക്കി എടുക്കാമെന്ന് കരുതുന്ന അധ്യാപകർ മൂഢ സ്വർഗത്തിലാണ്. അത് തിരിച്ചറിഞ്ഞവരാണ് ഇന്നത്തെ ഉസ്താദുമാർ. അതുകൊണ്ട് മക്കളോട് സ്നേഹത്തോടെയുള്ള സമീപനമാണ് അവരെ വളർത്തുന്നതും നല്ലവരാക്കുന്നതും. ശ്രീബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ഒഴുക്കിൽപ്പെട്ട ഒരു ഇല പോലെയാണ് നിന്റെ വിദ്യാർത്ഥി. ഒരു ചെടിത്തണ്ട് കൊണ്ട് ഒന്ന് തൊട്ടാൽ മതി, ഇലയുടെ ദിശ മാറും, വെള്ളത്തിലൂടെ ഒഴുകുന്നതിന്റെ ദിശ മാറും. എത്ര സൗമ്യവും മൃദുലമായി അവര് തൊടുമോ അത്രയും പതുക്കെ അരുമയോടെ തൊടണം. ഇങ്ങനെയാണ് കുട്ടികളെ നാം വളർത്തിക്കൊണ്ടുവരണം. ഈ ഒരു ബോധം നമ്മുടെ അധ്യാപകർക്ക്, ഉസ്താദുമാർക്ക് വളരെ നല്ല നിലയിൽ മദ്രസയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മദ്രസയിലെ റേഞ്ച് യോഗത്തിലും മറ്റുമായി അവർക്ക് ലഭിക്കുന്നത് കാരണം ഈ കാലഘട്ടത്തിൽ നല്ല അധ്യാപനമാണ് മദ്രസയിലെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന മക്കളാകാൻ വേണ്ടി അവരെ നമ്മൾ ദീനീയമായ ബോധം നൽകണം. എൻ്റെ പ്രിയപ്പെട്ട ഈ ജസ്ന സലീം എന്ന സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായി അല്ലാഹു റസൂലും പൊരുത്തപ്പെട്ട ഒരു വരുമാനത്തിലൂടെ ആവുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനത്തെ മക്കളാണ് നമുക്ക് രണ്ട് ലോകത്തും ഉപകരിക്കുന്നത്. ഇതാ മാത്ത ഇബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ എല്ലാ അമലുകളും മുറിയും, മൂന്നെണ്ണം ഒഴികെ. ഒന്ന് സ്വതഖത്തുൻ ജാരിയായ സ്വതഖ, ഔ ഇൽമു യുൻതഫഹു ബിഹി, കണ്ടോ, ഉപകാരമുള്ള നാഫിയായ ഇൽമ പഠിക്കലാണ്. ഔ വലദുൻ സ്വാലിഹുൻ യദൂലഹു, അല്ലെങ്കിൽ അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഉമ്മയും ഉപ്പയും മരിച്ച് 6 അടി മണ്ണിന്റെ ചോട്ടിൽ കിടക്കുമ്പോഴും അവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് വലിയ മുതൽക്കൂട്ടാണ്. അത്തരം മക്കൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് നമ്മൾ ദീനീ ബോധം നൽകണം. ഹലാലായ അനുവദനീയമായ സമ്പാദ്യത്തിലൂടെ ഉണ്ടാക്കിയ അതിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മെയും അവരെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിന്റെ സുഖലോക സ്വർഗലോകത്ത് അള്ളാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.